അപ്പൊ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണോ എസെൻഷ്യൽ ആയിട്ടുള്ള പൈത്തന്റെ കൺസ്ട്രക്ട്സ് അത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പൊ എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ് ഓൾമോസ്റ്റ്. ഈവൻ ദോ എന്താണ് ഇതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിന്റെ ആവശ്യം എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രോഗ്രാം ചെയ്ത് വരുമ്പോ അവിടെ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റെപ്സ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് പല സ്ഥലങ്ങളിൽ ചെയ്യേണ്ടി വരികയാണെന്ന് വിചാരിക്കും. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇമേജ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇമേജിനെ ഒന്ന് റീസൈസ് ചെയ്ത് അതിനെ ഗ്രേ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് തിരിച്ചു കിട്ടണം. ഓക്കെ, അപ്പൊ ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്പുകൾ പല സിറ്റുവേഷൻസിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ we can make that as a single block, ഒരു സിംഗിൾ ബ്ലോക്ക് ഓഫ് കോഡുകളാക്കി മാറ്റിയിട്ട് അതിനെ നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാം, റീയൂസ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, ക്ലിയർ? അതായത് നമ്മളൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലോക്ക് ആക്കി, ഒരു സിംഗിൾ ബ്ലോക്ക് ആക്കി വെച്ചിട്ട് അതിനെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതിനെ കോൾ ചെയ്ത് റീയൂസ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു സിംഗിൾ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് അതിനൊരു നമുക്കൊരു പേരും കൊടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മളൊരു ഫങ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് അല്ലെങ്കിൽ പ്രൊസീജിയർ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ പൈത്തണിൽ നമുക്ക് ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷൈലു ഒരു മിനിറ്റ്, വിവേക് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഒരു ഫങ്ഷൻ നമുക്ക് ഡിക്ലെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മള് ഡെഫ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നു. ഡെഫ്. ഓക്കെ, ഡെഫ് ഫങ്ഷന്റെ പേര്. ഫങ്ഷന്റെ പേര് എപ്പോഴും നമ്മൾ മീനിങ് ഫുൾ ആയിട്ട് കൊടുക്കുക. നെയിമിംഗ് കൺവെൻഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെ കൊടുക്കുക. ഇപ്പോ എനിക്ക് ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിന് ട്വൈസ് എനിക്ക് കിട്ടണം. ഓക്കെ, ഒരു നമ്പർ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിന് ട്വൈസ് എനിക്ക് റിട്ടേൺ ചെയ്ത് തരുന്നതായിരിക്കണം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ. അപ്പൊ ഡെഫ് എന്ന് പറയുന്നു. പിന്നെ ഫംഗ്ഷൻ നെയിം, അതാണ് സിന്റാക്സ്. ഫംഗ്ഷൻ നെയിം, ഓക്കെ, ബ്രാക്കറ്റിൽ പാരാമീറ്റർ 1, പാരാമീറ്റർ 2, ഈ രീതിയിൽ നമുക്ക് എത്ര പാരാമീറ്റേഴ്സ് വേണമെങ്കിലും കൊടുക്കാം. കോളൻ എന്റർ സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2. നമുക്ക് എത്ര പാരാമീറ്റേഴ്സ് ആണ് കൊടുക്കുക, അവസാനം ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഇതാണ് ഒരു ഫംഗ്ഷന്റെ ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 കോഡ്സ് ഇടുന്നത് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മൾട്ടി ലൈൻ കമന്റ്സിന് വേണ്ടിയിട്ടാണ് ഈ 3 കോഡ്സ് ഇടുന്നത്. 3 കോഡ്സ് തുടങ്ങി 3 കോഡ്സ് അവസാനിക്കുമ്പോഴത്തേക്ക് ആ മൾട്ടി ലൈൻ കമന്റ്സ് തീരും. ഇതാണ് ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ഒരു നമ്പർ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിന്റെ ട്വൈസ് നമുക്ക് റിട്ടേൺ ചെയ്ത് തരണം. അതാണ് നമ്മളുടെ ആവശ്യം. ഓക്കെ, ഫസ്റ്റ് ഡെഫ് എന്ന് കൊടുക്കുന്നു, ഒരു മീനിങ് ഫുൾ ആയിട്ട് പേര് ഗെറ്റ് ട്വൈസ്. ഓക്കെ, ദെൻ അതിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടത്, ആ ഫംഗ്ഷനിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടത് ഒരു നമ്പർ ആണ്.
So number, and from this function I need to get the twice of that number. So I'm storing that twice is equal to 2 into number, then return twice. Okay. എന്നിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. I can just use like print get twice of 5. Then you get 10. Clear? അതുപോലെ എനിക്ക് അതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ t equal to print get twice of 10. ഒരു വേരിയബിളിലേക്ക് വേണമെന്നെടുക്കാം. Okay. Clear? Clear ആയോ? Yes. Yes. നമുക്കിപ്പോ ഒരു കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. കുറച്ച് അതിൻ്റെ അടുത്ത് ലോജിക്കും കൂടി കണക്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. We need to check whether a given number is prime or not. Okay. Check whether a given number is prime or not. So we have to define a function to determine whether a function is a given number is prime or not. Okay. For that function check a given number is prime or not. Okay. So for that I am defining a function if is prime. Okay. So as you know, this function is intended to check whether a given number is prime or not. So the result will be always Boolean, right? Either it will be true or false. So those type of functions can be named like is. So is prime. So the result may be true or false. Okay. So I'm passing that number. Then how can I determine whether a number is prime or not? എന്തായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ലോജിക്? പ്രൈം നമ്പേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ നമ്പറും 1 മാത്രമേ അതിന്റെ എന്തായിട്ട് കാണുള്ളൂ, ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ അല്ലെ. ഓക്കെ. സോ we have to find the factors. Okay. And if you found a factor other than 1 or that number, or any number in between 1 and that particular number, then we can say this is not a prime. Otherwise we can say it is a prime. Okay. So the possible range of the factors will be from 2 to the number by 2. Okay. As we know, if the number is 10, the most biggest factor is 5, right? So for all numbers, the biggest factor will be less than or equal to the half of that number. So the possible range of the factors will be from 2 to the half of the number. So I want to generate that numbers for factor in range of 2 to n by 2 plus 1. Okay. I need to check whether if number percentage
factor equal to 0, then I can definitely say that I found another number which is a factor of num. So this number is not a prime number. So I can directly return false. Okay. Otherwise, after this for loop, okay, after this for loop, this return statement is not executed. That means we have not found any factor between 2 and n by 2. So we can definitely say that that number is a prime. So return true. Okay. So how I can use this? Print is prime of 5. Okay, is prime of 5 is true. That is 5 is prime. Again, I'm checking like print is prime of 10. It's not prime. Okay, is it clear? A prime ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? Any doubts? No. Okay. So അപ്പോൾ നമ്മൾ അത് ചെയ്തു. ഒരു given number prime ആണ്. number 2 plus 1 എന്തിനാ കൊടുക്കണേ? number 2 കൊടുത്തത് number 2 കൊടുത്തു കഴിഞ്ഞാൽ number 2 minus 1 വരെ പോത്തുള്ളൂ വിഷയട്ടാ. നമ്മൾ a, b എടുത്തു കഴിഞ്ഞാൽ b a തൊട്ട് b minus 1 വരെ പോകുന്നു. ഓക്കെ ശരി. അതുകൂടെ കിട്ടാൻ വേണ്ടിയാണ് പ്ലസ് 1 കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൈം ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതി. ഓക്കെ, എന്റെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ജനറേറ്റ് or enumerate all prime numbers, okay, between two numbers. Okay, മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? enumerate all prime numbers between two numbers. രണ്ട് നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പേഴ്സിന്റെ ഇടയിലുള്ള പ്രൈം നമ്പേഴ്സിനെ എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ടാസ്ക്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് അപ്പം ഡെഫ് ഒരു മീനിങ്ഫുൾ പേര് കൊടുക്കുക, പ്രൈംസ്. ഓക്കെ, പ്രൈംസ്. Fine. And I have to give a lower limit and upper limit. Okay. So എന്തായിരിക്കാം ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ? What should be the procedure? ആ രണ്ട് നമ്പേഴ്സിന്റെ ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ് നമുക്ക് പ്രിന്റ് ചെയ്യണം. എന്തായിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരിക? You have to generate numbers from lower limit to upper limit and check whether each of those numbers are prime or not. If it is prime, just print it. Clear? Print is in there 4 and in range of lower limit no 1. Upper limit, okay, plus 1.
അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് കിട്ടില്ല, അപ്പർ ലിമിറ്റ് -1 വരെ പോയിട്ടുണ്ട്. So how will you check whether n is prime or not? അവിടെയാണ് ഫങ്ഷൻസിന്റെ നമുക്ക് ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. We have already created a function is prime. Okay, so for checking whether a particular number is prime or not, we can make use of this function. We need not to write the entire code again. Okay, ഈ ഒരു code again നമ്മൾ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. Instead of that, we can make use of this function. Okay, so if is prime of n equal to 2, okay, we will just print that n ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു തോന്നുന്നു എന്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ. So I will just print like just need to call print primes. Okay, 5,100. Okay. Equal to 2 ആണോ ശൈലു? വെറുതെ ജസ്റ്റ് അത് കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചതാണ്. ഒരു ഗുഡ് കോഡിംഗ് പ്രാക്ടീസസിനകത്ത് എപ്പോഴും ഈ കമ്പാരിസൺ ബേസ് ഇതിങ്ങനെ കൊടുത്താൽ മതി എന്ന് ഞാൻ കണ്ട്. അങ്ങനെയാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. കാര്യം റിട്ടേൺസ് ട്രൂ. പക്ഷെ ഓൾവേസ് സേഫ് ടു കീപ് ഇക്വാലിറ്റി കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിളിൽ വായിച്ചതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. എന്തെങ്കിലും ലോജിക്കല് സംശയം ഉണ്ടോ? ജസ്റ്റ് പ്രിന്റ് എന്ന് കൊടുത്താല് പറ്റില്ല? എങ്ങനെ മനസ്സിലായി? പ്രിന്റ് അതെന്താ ഇത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതായിരുന്നു തോന്നുന്നു. പ്രിന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന വ്യത്യാസം ഇത് ലൈൻ ബൈ ലൈൻ പോകും, അത്രേ ഉള്ളൂ. താഴോട്ട് പോകും. അങ്ങനെ പോവാതെ എനിക്ക് നേരെ വരാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തത്, എൻഡ് ഇസ് ഈക്വൽ ടു സ്പേസ്. അപ്പൊ നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്നതിന് പകരം ഒരു സ്പേസ് ഇട്ടങ്ങ് നിർത്തും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പൊ ഈ ഫംഗ്ഷന്റെ പ്രത്യേകത നോക്കി, ഈ ഫംഗ്ഷന് എന്തെങ്കിലും ഒരു റിട്ടേൺ വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പൊ എല്ലാ ഫംഗ്ഷൻസിനും റിട്ടേൺ വാല്യൂ ഉണ്ടാവണം നിർബന്ധമില്ല, അത് ഓപ്ഷനിലാണ്. ഓക്കെ, ക്ലിയർ? ഇനി different from other programming languages, one of the most important or one of the most beautiful concept in Python is like we can return more than one value from a function. Okay, നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പൈത്തണിൽ നിന്ന് റിട്ടേൺ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്നിൽ കൂടുതൽ വാല്യൂ എന്ന് പറഞ്ഞാലും ആസ് എ സിംഗിൾ വാല്യൂ തന്നെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അതൊരു ടപ്പിൾ ആയിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം. സ്വാപ്പിംഗ് ഓഫ് ടു ഫങ്ഷൻസ് അതെങ്ങനെ ചെയ്യാൻ പറ്റും? program to swap two functions. Okay, sorry, swap two variables. സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ലായിരുന്നു. അതിന് നമ്മൾ കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് എന്നൊക്കെയുള്ള കൺസെപ്റ്റ് ആയിരുന്നു സിയിലും C++ലൊക്കെ ചെയ്യുന്നത്.
എക്സാമ്പിൾ ലൈക്ക് സ്വാപ്പ് എന്ന് പറയുന്ന പ്രോസസ് വളരെ എളുപ്പമാണ്. ഹാഷ് ഡിഫൈൻ സ്വാപ്പ് എ കോമ ബി ലൈക്ക് നമ്മൾ ടെമ്പററി വേരിയബിളിൽ എ വെക്കുക, എക്കകത്തോട്ട് എന്ത് ബി വെക്കുക, ബിക്കകത്തോട്ട് ടി വെക്കുക. പക്ഷെ സാധാരണ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജില് നമുക്ക് എഗെയിൻ ഈ എ ബി ഇവിടെ മാറി, but we cannot return the a and b from the function. a b കൂടെ നമുക്ക് ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിട്ടേൺ ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ അതിനു വേണ്ടി സാധാരണ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു കോൾ ബൈ റെഫറൻസ് അല്ലെങ്കിൽ കോൾ ബൈ അഡ്രസ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ട് ഫംഗ്ഷന്റെ ഉള്ളിൽ വരുന്ന ചേഞ്ചസ് ആക്ച്വൽ വേരിയബിൾസിൽ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. പക്ഷെ ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. വി കൻ ഡയറക്ട്ലി റിട്ടേൺ ദിസ് എ ആൻഡ് ബി. ഓക്കെ. എ ബി നമുക്ക് ഇവിടുന്ന് റിട്ടേൺ ചെയ്യാം. So example പറയുന്നത് x is equal to 5, y is equal to 7. Okay. Print before swap equal to str of a is equal to str of b. Then I'm calling the function swap of x comma y is equal to so. Now before swapping x the value 5, y the value 7. After swapping x is equal to 7 and y is equal to 5. Clear ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നിൽ കൂടുതൽ വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നതിനെ പറ്റി കൂടിയാമത്തിലേക്ക് ഷൈലു, എനിക്ക് ആക്ച്വലി മറ്റേ പ്രിന്റ് പ്രൈംസ് ഇല്ല, അത് കിട്ടിയിട്ടില്ല. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ശരി. ആക്സസ് ചെയ്തോ ഷെയർ സ്ക്രീൻ.
സ്ക്രീൻ ഷെയർ ചെയ്തോ? നോക്കട്ടെ. You cannot start screening while the other participants is sharing. എനിക്ക് തോന്നുന്നു ഈ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യണം. that's okay. Okay. കാണാൻ പറ്റുന്നുണ്ടോ? മെത്തേഡ് എനിക്ക് 6 പിന്നെ നണ്ണാ വരുന്നത്. ഇതിന്റെ മെത്തേഡ് വിളിച്ചിട്ട് നീ എന്തിനാ ഈ പ്രിന്റ് വിളിക്കുന്നേ? ഈ പ്രിന്റോ? ഇല്ല, ഇവിടുത്തെ പ്രിന്റ്. ഓ ഓക്കെ ഓക്കെ. ഒന്നേ ഉള്ളൂ. upper limit സാറേ അപ്പർ ലിമിറ്റ് ഡിവിഷൻ ബൈ 2 ചെയ്തിട്ടില്ല. അല്ല, ഇത് ആ പ്രോഗ്രാം അല്ല സാർ, ഇത് അത് മുകളിലത്തേതല്ലേ. നമുക്ക് ലോവർ ലിമിറ്റ് ഡിനേഷൻ ഒന്ന് ആ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാമോ? ആ 4 പോകുന്നതിന് മുമ്പേ. ഇവിടെ അല്ല മുകളില്, അതൊരു മുകളില്. അതും 6 ആണല്ലോ പ്രിന്റ് ചെയ്തത്, അത് പ്രൈം അല്ലല്ലോ. ഇതിന്റെ പ്രൈം എന്നുള്ള എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ആ നമ്പർ ഡിവൈഡ് ബൈ 2 എന്നുള്ള അവിടെ എന്തോ പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. ഇവിടെ ദിനേശ് നംസ് ഒന്ന് പ്രിന്റ് ചെയ്യോ? സാറേ ആ പ്രൈമിനകത്ത് ഈക്വൽ ടു 0 ചെക്ക് ചെയ്തിട്ടില്ല. പ്രൈം ഫംഗ്ഷനകത്ത് ഇഫ് നമ്പർ ദിനേശ് അങ്ങനെ കൊടുക്കരുത് എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇറ്റ് ഈസ് നോട്ട് സേഫ് ടു ഗീവ് ദാറ്റ്. അത് പൈത്തന്റെ ഒരു പ്രത്യേകതയാണ്, അങ്ങനെ കൊടുക്കരുത് എന്ന് അവർ പറയും. ശരിയായോ? ഇത് വിവേക് മനസ്സിലായോ? വിവേക് മനസ്സിലായി. പൈത്തണിൽ അത് ഇതല്ലാന്ന് പറയും, സേഫ് അല്ലാന്ന് പറയും. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു. ഡൈനാമിക് ലാംഗ്വേജ് അല്ലേ? അതെ. റെഡിയായി. ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യണേ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കുഴപ്പമില്ലല്ലോ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഫങ്ഷൻസ് നിർത്താം. ഫങ്ഷൻസ് വിത്ത് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയും. ഓക്കെ, ഫങ്ഷൻസ് വിത്ത് ഓക്കെ. ഇതും നമ്മൾ ഭയങ്കര യൂസ്ഫുൾ ആകുന്ന ഒരു കൺസെപ്റ്റ് ആണ്. നമുക്ക് ആക്ച്വലി നമ്മൾ
ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതായത് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയും. ലൈക്ക് ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ സേ പറയാം. ഓക്കെ, അതിനകത്ത് നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നു. ഓക്കെ, അടുത്തത് ലവ്. Message is equal to hello message is equal to hello. Message is equal to hello. Print read of week. Hello week. Print read of Dinesh, comma loud equal to true. വ്യത്യാസം മനസ്സിലായോ? അതായത് നമ്മൾ ഒന്നും പാസ് ചെയ്യുന്നില്ല, ഡിഫോൾട്ട് ആർഗ്യുമെന്റിനെ പറ്റി നമ്മൾ ബോദർ ചെയ്യുന്നില്ല. വി ആർ നോട്ട് പാസിംഗ് ദാറ്റ് വാല്യൂ. ഗ്രീറ്റ് എന്ന് പറയുന്നതിനകത്ത് ഇവിടെ വിവേക് മാത്രമേ പാസ് ചെയ്യുള്ളൂ, അതാണ് നെയിമിൽ പോകും. ലൗഡ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മളിവിടെ പാസ് ചെയ്തിട്ടേ ഇല്ല, അല്ലെ പാരാമീറ്റർ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതിന് ഉള്ള സിറ്റുവേഷൻസിൽ എന്ത് സംഭവിക്കും? ഈ ലൗഡ് എന്ന് പറയുന്ന വേരിയബിള് ഫോൾസ് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ അത് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ മെസ്സേജ് എന്തായിരിക്കും? സിംപ്ലി ഹലോയിൽ നമ്മൾ പാസ് ചെയ്യുന്ന നെയിമും തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്യും. അല്ല, നമ്മൾ ആ ലൗഡിന് നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, ലൗഡ് ഇസ് ട്രൂ. ഓക്കെ, ട്രൂ ആണെങ്കിൽ എന്താ, ഹലോയുടെ എച്ച് എന്ന് ക്യാപിറ്റൽ ആക്കിയിട്ടും ദെൻ നമ്മൾ എൻറ്റയർ നെയിമിനെ ഒരു അപ്പർ കേസിലോട്ട് ആക്കിയിട്ടും ഗ്രീറ്റ് ചെയ്യും. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല ഇല്ല. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം, ഒന്ന് ചെയ്യാമോ? Write a function. Write a function to calculate amount payable after n years. Okay, simple.
Rate of interest. Default number of years is 1. Number of years is 1. And the rate of interest is 5%. Okay. Clear आया? ये chat लिखना question. ആരെങ്കിലും ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ചെയ്യട്ടോ, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ കുറെ നേരം വെറുതെ ഐഡിയൽ ആയിട്ട് നിൽക്കും. സ്ക്രീൻ ഷെയർ ചെയ്യുക. ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. യൂസർ ഫോണിൽ നിന്നാണ് കേൾക്കുന്നത്. ഹലോ ഷെയറിംഗ് നടക്കുമോ? ഹലോ ഹലോ സാർ, ഞാൻ ഫോണിലാണ് ഇത് ചെയ്യുന്നത്. ഞാൻ നോക്കട്ടെ സിസ്റ്റത്തിൽ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന്. ആരെങ്കിലും ചെയ്തോ? ഇല്ല, ചെയ്തോണ്ടിരിക്കുക. ഫോമുല എന്തോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. PNR by 100. PNR by 100. PNR by 100.
ഷൈലു ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ? ചെയ്തു ദിനേശ. സാറേ അവിടെ 1+ എന്തിനാ സാറേ? ഇവിടെയോ? ഞാൻ ആക്ച്വലി ആഡ് ചെയ്തത് മാഡം അത് ഈ ഇപ്പം എമൗണ്ട് പേബിൾ അല്ലേ ആഫ്റ്റർ 10 years. പ്രിൻസിപ്പലിന്റെ കൂടെ അല്ലേ ഞാൻ അങ്ങനെ ചിന്തിച്ച് ആഡ് ചെയ്തത്. അലോങ് വിത്ത് പ്രിൻസിപ്പൽ എനിക്കൊരു എമൗണ്ട് കിട്ടും. സോ 1000 + 50. ഓക്കെ. ദിനേശ ഇതൊന്നും ഇവിടെ കമന്റ് ചെയ്തിട്ടാ നല്ലതായിരിക്കും. ഓക്കെ. ഈ പ്രിൻസിപ്പലിന്റെ അവിടെ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്തെന്നുള്ളത്. ഹാഷ് പ്രിൻസിപ്പൽ പ്ലസ് പ്രിൻസിപ്പൽ ഇൻറ്റു rate into years by 100. പക്ഷെ ഈ രണ്ടെണ്ണത്തിലെ പ്രിൻസിപ്പൽ കോമൺ അല്ലേ, അത് കോമൺ എടുത്ത് കഴിയുമ്പോഴാണ് 1+ വരിക. ദിനേശ് അതുപോലെ ഈ ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുമ്പോൾ എപ്പോഴും വേരിയബിൾ നെയിമും കൂടെ വെച്ച് പാസ് ചെയ്യുന്നതാണ് സേഫ്. ഓക്കെ, അതാ ഞാൻ ചോദിച്ചത് നെയിംഡ് ആയിട്ട് എങ്ങനെയാ വിളിക്കുന്നത്? ഇത് തന്നെ 1000, 3 എന്നുള്ളതിന് ഇപ്പൊ ഇവിടെ തന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നില്ലേ? ഈ 3 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനാണോ ഇയറിനാണോ പോകുന്നത്? അത് തന്നെ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എപ്പോഴും ആ വേരിയബിൾ നെയിമും കൂടെ കൊടുക്കുക. ഇങ്ങനെയോ? ഈക്വൽ ടു ഓക്കെ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇവിടെ പ്രശ്നമില്ല, ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷെ മുകളിലത്തെ കൺഫ്യൂസിങ് ആണ് 1000, 3യുടെ കേസ്. ഓക്കെ. സോ ഞാനിപ്പോ ഇത് ഞാൻ ആക്ച്വലി ഇയേഴ്സ് ആ കൊടുത്തത്. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലും വർക്ക് ചെയ്യുമല്ലേ? ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലും വർക്ക് ചെയ്യും. പെർഫെക്റ്റ്. മുകളിലെ ഇയേഴ്സ് കൂടെ കൊടുത്തോ, 3. അപ്പൊ എല്ലാ വേരിയേഷൻസും മനസ്സിലാവും. ക്ലിയർ അല്ലേ? ഈ പിന്നെയും ഇയേഴ്സ് എന്നൊക്കെ കൊടുക്കണോ? അതിങ്ങനെ ജസ്റ്റ് 3 എന്ന് എഴുതിയാ പോരാ?
അല്ല ഇയേഴ്സിന് കൊടുത്ത് ചെയ്യുന്നതാണ് സേഫ്. അതാ മിസ്റ്റർ കൺഫ്യൂഷൻ വരും എന്ന് പറഞ്ഞേ. അതായത് ഇവിടെ ഇപ്പൊ ഇയേഴ്സ് ഈക്വൽ ടു 3 കൊടുത്തില്ല എന്ന് വിചാരിക്കേ, 1000, ഇയേഴ്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് കൊടുത്തില്ല. അപ്പൊ ഈ 3 എന്ന് പറയുന്നത് ഇയർ ആണോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ എന്ന് എങ്ങനെ ഡിസൈഡ് ചെയ്യും? അല്ല, മേലെ ഡിഫൈൻ ചെയ്തിട്ടില്ലേ സെക്കൻഡ് ടേം ഇയർ ആണ്. അപ്പം 100,000,3 എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റുഡ് അല്ലേ മേലെ? അല്ല എനിക്ക് അപ്പൊ അവിടെ നിന്ന് എന്റെ മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ആണ്, ഇയേഴ്സ് 1 ആണ്. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എനിക്ക് 3 കൊടുക്കേണ്ടതെന്ന് ഞാൻ വിചാരിച്ചാലോ? കൺവെൻഷനിൽ വ്യത്യാസം വരും. പിന്നെ അതുപോലെ ഈ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതിനു ശേഷം എനിക്ക് വേണമെങ്കിൽ ആദ്യം ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കാം. അങ്ങനല്ല, ഈ ഇയറും ഇൻട്രസ്റ്റ് റേറ്റും ഇല്ലേ, ഇവരെ തമ്മിൽ തിരിക്കാം വേണമെങ്കിൽ. മനസ്സിലായോ? അങ്ങനെ ഓപ്ഷൻ. ഓക്കെ, ഇയർ തിരിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഓർഡർ പ്രശ്നമില്ലെന്നാണോ ഉദ്ദേശിച്ചത്? അതായത് വേരിയബിൾ നെയിംസ് നമ്മൾ കൊടുക്കുമ്പോ ഇതിന്റെ ഓർഡറിന് പ്രശ്നമില്ല. നെയിം പാരാമീറ്റേഴ്സ് ആവുകയാണെങ്കിൽ ഓർഡർ പ്രശ്നമല്ല, അല്ലെങ്കിൽ ഓർഡർ തന്നെ പാസ് ചെയ്യണം. ഓക്കെ അതെ, ഓക്കെ അല്ലേ?